അല്ല, ചെന്നിത്തല കത്തയച്ച് എല്ലാവരും ആവേശപൂർവ്വം തന്നെ വന്നല്ലോ. എന്നുവെച്ചാൽ കേരളം എന്നുള്ള ലോകത്തിന് മുൻപിൽ എങ്ങനെ മാറും ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ഏതെല്ലാം തരത്തിൽ മാറ്റും. ഇപ്പം ചിലർ പറഞ്ഞില്ലേ ഭരണത്തുടർ, ഞാൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു. ആ നെഗറ്റീവ് പോയി. കാരണം ബംഗാളിൽ ഇടതുപക്ഷത്തൊന്ന് തിരുത്താൻ വേണ്ടിയാണെന്നുള്ള പറയണത്. അപ്പം തിരുത്താൻ വേണ്ടി രംഗത്തിറങ്ങിയവർ ഇപ്പോൾ തിരുത്താനുള്ള സമയം കഴിഞ്ഞല്ലോ. തിരിച്ചെന്താ ഇടതുപക്ഷത്തെ കൊണ്ടുവരാൻ വലിയ മുന്നണി ഉണ്ടാക്കാത്തത്? ഇപ്പൊ കേരളത്തിൽ ഇടതുപക്ഷത്തെ തിരുത്താൻ തുടർച്ച വേണ്ട എന്ന് പറയുന്ന എല്ലാവരും ആവേശ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അടുത്ത ഇലക്ഷനിൽ ഇടതുപക്ഷം തന്നെ വരണം എന്ന് പറഞ്ഞ് വലിയ തോതിൽ വരുമോ? ബംഗാളിൽ അനുഭവമില്ലേ? ബംഗാളിന്റെ അനുഭവത്തിൽ തുടർച്ച ഇല്ലാതാക്കാൻ ഇടതുപക്ഷത്തിന് ഷോക്ക് ട്രീറ്റ്മെന്റ് തിരുത്തണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആളുകൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു? ആ വിശാല കൂട്ടുകെട്ട് ഇത്ര കഴിയുമ്പോൾ ഇനി ഇടതുപക്ഷം ഇതാ വീണ്ടും വരട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും വന്നില്ലല്ലോ. അപ്പം ഇത് ഈ നരേറ്റീവുകാർക്കുള്ള മറുപടിയാണ് മണിശങ്കരയ്യർ നൽകിയിട്ടുള്ളത്. കേരളം ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ ജനപക്ഷത്ത് നിൽക്കുന്ന ഏക ഭരണ സംവിധാനമാണെന്ന് കോൺഗ്രസിനകത്തുള്ള ആളുകളും സമ്മതിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ഗാന്ധിയന്മാർ കോൺഗ്രസിലുണ്ടെങ്കിൽ അവർ ഈ തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള കോൺഗ്രസിനെ കൈയൊഴിഞ്ഞ് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് കുറേ കൂടി 100ക്ക് മേൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. അല്ല, അതിങ്ങനെ ആലോചിച്ചിട്ടില്ല ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ ഭാഗം കഴിഞ്ഞില്ലേ? അല്ല, 2000 കൊടുത്തത് മോശമാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അല്ല, 2000 കൊടുത്തത് മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സ്ത്രീകൾ 35 വയസ്സിന് 60 വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ വന്നുകൊണ്ടിരിക്കില്ലേ മഞ്ഞ പിങ്ക് കാർഡ്? നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടതായിട്ട് അറിഞ്ഞോ? അത്രയും ഗൗരവം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഇപ്പോൾ വാർത്തിപ്പോൾ അല്ല കൊടുത്തോടത്തോളം നല്ലത്. ഞാൻ പറഞ്ഞ ആദ്യമായിട്ടല്ലേ ഇപ്പം നമ്മൾ. എന്നാൽ ഒരു പത്രം തമിഴ്നാട്ടിൽ 5000 രൂപ ഇത് ഒറ്റയടിക്ക് സ്റ്റാലിൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ വായിച്ചപ്പോൾ വിചാരിച്ചു 5000 വർദ്ധിപ്പിച്ചിട്ടുണ്ടാവും. അല്ല, 1000 കുടിശ്ശികയും ബാക്കി അടുത്ത മാസത്തേക്ക് എന്തെങ്കിലും തടസ്സം തെരഞ്ഞെടുപ്പിലുണ്ടെങ്കിൽ അതുകൂടി മുൻകൂട്ടി കണ്ടിട്ട് തലക്കെട്ട് എങ്ങനെയാണ്? നമ്മളെങ്ങനാണെങ്കിലോ ഇപ്പോൾ മണിശങ്കരയ്യർ ഇപ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് എല്ലാ ദിവസവും ന്യൂസ് അവർ ചർച്ച, 1-ാം പേജ്, സൺഡേ സപ്ലിമെന്റ്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, എന്നാലും വിടില്ല. എന്നാൽ മണിശങ്കരെ പോലുള്ള ഒരാൾ, ഇത്രയും പരിണിതപ്രജ്ഞനായ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന നേതൃനിരയിലുണ്ടായിരുന്ന മന്ത്രിയായിരുന്ന ഒരാൾ ഇതേപോലെ പ്രസ്താവന നടത്തിയിട്ട് ഇന്നലെ തിരക്കുകാരൻ യാത്രയിലായതുകൊണ്ട് ഞാൻ കണ്ടില്ല. ന്യൂസ് അവറിലെല്ലാവരും പോലെ ചർച്ച ഉണ്ടായോ? ന്യൂസ് അവറിൽ മറ്റേ ചർച്ച തുടർച്ച വേണ്ടെന്ന് എത്ര ദിവസം ചർച്ച ചെയ്തു നിങ്ങൾ?